ഋതു ഇറങ്ങിയ സമയം തൊട്ട് വലുതായാൽ വാച്ച് കിട്ടി തുടങ്ങി. പിന്നെ വേറൊരു പുറത്ത് പറയാത്തൊരു കാര്യമാണ്, എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് എന്റെ പാസ്വേഡ് ഇപ്പോഴല്ല, ഇപ്പൊ മാറ്റി. എന്തായിരുന്നു ഇപ്പൊ വാച്ച് കിട്ടുന്നത് മാറ്റി പാസ്വേഡ് മാറ്റി. അതെന്തായിരിക്കും? അത് അത്ര ക്ലോസ് ആയതുകൊണ്ട് മാറ്റിയതാ. പക്ഷെ ആസിഫിക്ക, ഇങ്ങനൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ സ്കൂൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. ഞാൻ പണ്ട് കാണണമെന്നും അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച ഒരുപാട് പേരുടെ കൂടെ എനിക്കിപ്പോൾ അഭിനയിക്കാനും അവരുടെ കൂടെ യാത്ര ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും പോയി കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡവും സ്പേസും കിട്ടിയിട്ടുണ്ട്. അതുപോലൊക്കെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. അതെ, ആസിഫിക്കയുടെ ജീവിതത്തിൽ ഇപ്പോൾ ആസിഫിക്ക ഇങ്ങനെ നമ്മളെ പോലെയൊക്കെ തന്നെ ആങ്കറിങ്ങും പരിപാടികളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അങ്ങനെ സിനിമയിൽ ഒരു സ്റ്റാർ ആയതിനു ശേഷം ആസിഫിക്ക് ഒരുപാട് ഇമോഷണലി കണക്ട് ആയി ഏതെങ്കിലും ഒരു ഫാനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുപാട് പേർക്ക് ഇപ്പം നമ്മളെല്ലാവരുടെയും കോമൺ ഫാക്ടർ എന്താണ്, നമുക്ക് ആർക്കും സിനിമയിൽ ആരും അറിയില്ല. നമുക്ക് ടി വിയിലും തിയേറ്ററിലും മാത്രം കാണുന്ന ഒരു കാര്യമായിരുന്നു സിനിമ. ആക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ തൊടുപുഴയിൽ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു സിനിമ നടനെ ജീവനോടെ കാണുന്നത്. സുരേഷ് ഗോപിയാണ്. അപ്പം അന്ന് അത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയില്ല സിനിമയിലേക്ക് എങ്ങനെ പോകണം, എങ്ങനെ സിനിമയിൽ എത്താൻ പറ്റും, ഒരു സിനിമയുടെ ഭാഗമാവാൻ എങ്ങനെ പറ്റും, ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ വന്ന് എനിക്ക് ഇൻഡസ്ട്രിയിൽ വരാനും ഇത്രയും സിനിമകൾ ചെയ്യാനും ഇത്രയും വർഷമായിട്ട് നിൽക്കാനും ഒക്കെ പറ്റി ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പൊ അത് ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. നമുക്കും ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഇവൻ ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ആങ്കറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആസിഫിയുടെ മുഖമൊക്കെയാണ് നമുക്കും സിനിമയിൽ നമുക്കൊരു നല്ല കാലം വരും എന്ന പ്രതീക്ഷയാണ്. എനിക്ക് സിനിമ വരാമെങ്കിൽ ആർക്കും സിനിമയിൽ വരാം. പക്ഷെ ആസിഫിയുടെ ഒരു ലൈഫ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. ആ ഒരു പണ്ടത്തെ ഒരു ഫോട്ടോ ഉണ്ട്, അത് എന്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിന്റെ ഫസ്റ്റ് പേജിൽ. അത് ഞാൻ പണ്ട് സൈഫ് അലി ഖാന്റെ ഫോട്ടോ വെട്ടി വെച്ചിരുന്ന ഫിലിം ഫെയർ. ആണോ? ഇങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? വലുതായാലും വാച്ച് കിട്ടിട്ട് ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട്. അത് ഹർഷൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെറൈൻ ഡ്രൈവിൽ ഒരു സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ഹർഷലാണ് എന്റെ പോർട്ട്ഫോളിയോ ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് ഹർഷൽ എടുത്തൊരു ഫോട്ടോ ആണത്. അത് ഋതുവിനൊക്കെ മുമ്പായിരുന്നോ? ഋതുവിനൊക്കെ ഒരുപാട് മുന്നേ. ആ സമയത്താണ് നമുക്ക് കാസ്റ്റിംഗ് കോൾസിന് ഫോട്ടോ അയച്ചു കൊടുക്കുന്ന സമയമായിരുന്നു അത്. അപ്പൊ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷെ ആ ഫോട്ടോയുടെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഇപ്പൊ അത് പറയുമ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് ആ ഫോട്ടോ എടുത്ത് വന്നിട്ട് അത് ഫോട്ടോഷോപ്പിൽ ഇവര് ഒരുപാട് പണിതു. അവരുടെ ഈ ഫോട്ടോഗ്രാഫറുടെ കഴിവ് കാണിക്കലും കൂടെ ആണല്ലോ ഈ ഫോട്ടോഷൂട്ട് അന്ന് പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ അന്ന് അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടിട്ട് എന്നെ വിളിപ്പിച്ച പലരും ഈ ഫോട്ടോയും ഞാൻ